അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയാകാൻ ആധ്യാത്മ രാമായണവുമായി ഒരു മലയാളി എത്തി. സംസ്കൃത അധ്യാപകനായ കണ്ണൂർ സ്വദേശി ശ്രീജേഷാണ് ആധ്യാത്മ രാമായണത്തിന്റെ സന്ദേശവുമായി ക്ഷേത്രനഗരിയിലെത്തിയത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിലെ കണ്ണൂരിൽ നിന്നെത്തിയ ഒരു മലയാളി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങയുടെ പേര്? ശ്രീജേഷ് എന്നാണ്. ശ്രീജേഷ്. എന്താണ് ഇവിടെ എത്തിയത്? എന്താണ് അങ്ങയുടെ ഈ അയോധ്യ സന്ദർശനം? അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഈ ഒരു വേഷം ഇത് എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഒരു വേഷം ധരിച്ചുകൊണ്ട് കേരളത്തിലെ കണ്ണൂരിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത്? ഇത് ഇവിടെ ഒന്നാമത് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വേഷത്തിന്റെ രീതിയിൽ ഒന്ന് ധരിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യക്കാരന്റെ ഒരു വേഷം എന്നുള്ള രീതിയിലാണ് ഇത് ധരിച്ചത്. കാരണം പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു വേഷമാണിത്. നമ്മളിപ്പോ അമേരിക്കയിൽ പോകുമ്പോൾ പാന്റ് ധരിക്കുന്നു, അതിനെ ഫുള്ളായിട്ട് ധരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ രീതിയിലുള്ള വേഷമാണ് ധരിച്ചത്, മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ അയോധ്യയുടെ പ്രത്യേകത നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് പണ്ട് കാലത്ത് അയോധ്യ. ആ രീതിയിൽ ഇനി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അയോധ്യ അങ്ങനെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം തന്നെ വരണമെന്ന് ഒരു ഈശ്വര വിശ്വാസിയായ എനിക്ക് ആഗ്രഹം. കാരണം ചെറുപ്പകാലം തൊട്ടിട്ട് ബാല്യകാലം തൊട്ടിട്ട് രാമരാമം നാമം സന്ധ്യാസമയത്ത് വീടുകളിൽ നിന്ന് ജപിച്ച് ഒരു ശീലം തൊട്ടിട്ട് ആ കാലഘട്ടങ്ങളിൽ മുതലേ നമ്മുടെ പൂർവികരായ ആൾക്കാർ അവർ തലമുറകളായി കൈമാറി വന്നിരുന്ന അയോധ്യയിലെ രാമൻ എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാമായണമൊക്കെ ബാല്യകാലം മുതലേ വായിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു സംസ്കൃത അധ്യാപകൻ കൂടിയാണ്. അപ്പൊ ഈ രാമായണത്തില് ഈ രാമന്റെ കഥകള് നമ്മൾ അയോധ്യയിലെ കഥകളായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. എന്തിന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തില് തെയ്യം നടക്കുന്നുണ്ട്, അണ്ടല്ലൂർക്കാവ്. ആ അണ്ടല്ലൂർക്കാവിലെ തെയ്യം നടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോ അങ്ങനെ ആ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്ന ശീലം എനിക്കുണ്ട്. അങ്ങനെ ജസ്റ്റ് അത് കാണാൻ വേണ്ടി പോകും. ഒരു പുതിയ സിനിമ ഇറങ്ങി അത് കാണാം. നമ്മളെപ്പോ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. അപ്പൊ ഞാനങ്ങനെ അവിടെ ഈ ധർമ്മടം പോയ സമയത്ത് അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ശ്രീരാമന്റെ അയോധ്യയിലെ കഥയാണ് അവിടെ തെയ്യമായി കെട്ടിയടിക്കുന്നത്. ശ്രീരാമനായാലും അവിടെയുള്ള ബാലി സുഗ്രീവ യുദ്ധമായാലും ഒക്കെ ഈ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗത്തും ഏറ്റവും താഴെ കടയിലെ ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോലും ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വരെ രാമൻ ഒരേപോലെ വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായിട്ടുള്ളതാണ്. ലോകത്തിൽ തന്നെ 170ഓളം രാമായണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. 170ഓളം രാമായണം. ഇന്തോനേഷ്യയിൽ പോലും രാമായണമുണ്ട്. രാമചരിത മാനസം, ഇവിടെയൊക്കെ പാരായണം ചെയ്യുന്ന രാമചരിത മാനസം ഉത്തര ഭാരതത്തിലുള്ളത്, കമ്പരാമായണം തമിഴ്നാട്ടിലുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട്. ഈ രാമായണം പലതരത്തിലുണ്ട്. കേരളത്തിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള ആചാര്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തന്നേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ രാമായണ മാസാചരണം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആചരിക്കുന്ന നമ്മളൊക്കെ ഇത് പാരായണം ചെയ്യുന്നതുമാണ്. അയോധ്യയിൽ അത്തരത്തിൽ ഈ ആധ്യാത്മിക രാമായണം പാരായണം ഇവിടെയൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. ഈ അധ്യാത്മ രാമായണം മലയാളം ആരും പാരായണം ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ അവിടുന്ന് കുറച്ച് ഭാഗം ക്ഷേത്ര ദർശനം കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ രാമചരിത മാനസമൊക്കെ ഓരോ സ്ഥലങ്ങളിലും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഹിന്ദിയിലാണ്. ഹിന്ദി ഭാഷാ സാഹിത്യത്തിന്റെ വികാസം തന്നെ ഈ രാമചരിത മാനസം രാമകഥകളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ കഥകളും അനവധി രാമായണങ്ങളും ലോകത്തുണ്ടെങ്കിലും 170ഓളം രാമായണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ രാമായണത്തിലും പറയുന്നത് ഒരേ കാര്യമാണ്, ഒരു കഥയാണ്. സെവറൽ ടൈപ്സ് ഓഫ് രാമായൺസ് ഇൻ അവർ വേൾഡ് ബട്ട് വൺ സ്റ്റോറി. ഒറ്റയൊരു സ്റ്റോറി മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ്. രാമന്റെ ഒരേ സെയിം കഥയാണ്. വാൽമീകി രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ രാമായണങ്ങളൊക്കെ രചിക്കപ്പെട്ടുള്ളത്. അതാത് സംസ്ഥാനങ്ങളിലോ അതാത് പ്രദേശങ്ങളിലൊക്കെ രചിക്കപ്പെട്ടുള്ളത്. മൂലഗ്രന്ഥം വാൽമീകി രാമായണം സംസ്കൃതത്തിൽ രചിച്ചതാണ്. അപ്പൊ അങ്ങനെ വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പൊ രാമായണത്തിലെ വരികള്, ഇപ്പൊ രാമായണത്തിലുള്ള ഏതാനും വരികളൊന്ന് ആലപിക്കാം നമുക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ
രാവണാന്തക ജയ ജയ ശ്രീരാമ രാമ രാമ അയോധ്യാപദേ ജയ ജയ. അപ്പൊ ഈ രാമായണത്തിലൊക്കെ ശ്രീരാമ അവതാരത്തിന്റെ ഒരു വരിയുണ്ട്. അത് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. ശ്രീരാമ അവതാരത്തിനെ കുറിച്ചിട്ട് ശ്രീരാമൻ ജനിച്ച സ്ഥലത്തെയും ആ നക്ഷത്രത്തിന്റെയും അന്നത്തെ ഡേറ്റ് അടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ എഴുത്തച്ഛൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അധ്യാത്മരാമായണം കളിപ്പാട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമസ്തേ. ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ ആധ്യാത്മ രാമായണവുമായി എത്തിയ കണ്ണൂരിൽ നിന്നുള്ള ശ്രീജേഷ് അത് ഈ രാമനോടുള്ള ഭക്തി തന്നെയാണ് വിളിച്ചോതുന്നത്. ക്യാമറാമാൻ അജയ് കുമാർ നായർക്കൊപ്പം ആദർശ് തുളസീധരൻ, അമൃത ന്യൂസ്, അയോധ്യ.